ഇന്ന് മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മുളക് കഴുകി ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ഷാർപ്പ് കത്തി കൊണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കട്ട് ചെയ്ത് അതിനുള്ളിലെ സീഡ്സ് എല്ലാം എടുത്തു കളയണം. വലിയ മുളകായതുകൊണ്ട് ഓരോ മുളകും രണ്ടായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. സീഡ്സ് കളഞ്ഞാലും മുളകിന് ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ടാകും. മീഡിയം സൈസിലെ മുളകാണ് എപ്പോഴും നല്ലത്. ഈ മുളകിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞു. ബാക്കിയുള്ള മുളകും എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തതായി കുറച്ച് വാളംപുളി എടുത്ത് അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കുഴമ്പ് പോലെ ഇരിക്കണം, അത്രയും വെള്ളം മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ മുളകിൻ്റെയും അകത്തായി ഈ പുളി ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തു കൊടുക്കണം. പുളി കൂടാൻ പാടില്ല. പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കളയാനേ പറ്റൂ. പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബ്ലെൻഡായി പോകണം, അത്രയും മതി. സാധാരണ ബജി മുളക് പുളിവെള്ളത്തിൽ ഇടാറുണ്ട്. ഇവിടെ പക്ഷേ ഞാനത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. എല്ലാ മുളകിലും പുളി പുരട്ടി വെച്ചു. ഇനി ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. കടലമാവാണ് ബേസിനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സോഡാപ്പൊടിക്ക് പകരം ഇഡ്ലി ദോശമാവാണ് ഒഴിക്കുന്നത്. ഇഡ്ലി ദോശമാവിലെ അരി ബജിക്ക് ക്രിസ്പിനെസ്സും കൊടുക്കും, ഉഴുന്ന് സോഫ്റ്റ്നെസ്സും കൊടുക്കും. സാധാരണ ബജി മൊരിഞ്ഞിരിക്കാൻ അരിപ്പൊടിയും സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് സോഡാപ്പൊടിയുമാണ് ചേർക്കുന്നത്. അതിനു പകരമാണ് ഇവിടെ ഇഡ്ലി ദോശമാവ് ചേർത്തത്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. ഫുഡ് കളർ ഇവിടെ ചേർക്കുന്നില്ല. അതിന് പകരമാണ് കളർ കിട്ടാനായി കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ബജി മുളകിൽ പുളി ചേർത്തിട്ടുള്ളത് കൊണ്ട് മാവിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് മാവ് കലക്കി എടുക്കണം. മാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും മാവ് ഇളകിപ്പോകാൻ പാടില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു മുളക് ഒരു ടെസ്റ്ററായിട്ട് മാറ്റി വയ്ക്കും. ഈ ടെസ്റ്റർ മുളകുണ്ടല്ലോ, അത് മാവിൽ മുക്കി ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് അറിയാൻ കഴിയും. മാവ് ഞാൻ കലക്കി കഴിഞ്ഞു. ഇനി അത് അടച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ദോശമാവും കടലമാവും കൂടി ഒന്ന് സെറ്റാകണം. 15 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തു. ഒരു കടായി ചൂടാക്കിയെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള പാകത്തിനുള്ള ഒരു കടായിയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ മുളക് ഫ്രീ ആയി അതിനകത്ത് കിടക്കുകയും വേണം, അതിനുള്ള സ്പേസും വേണം. അതനുസരിച്ചുള്ള ഒരു കടായിയാണ് എടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എണ്ണ ചൂടായോ എന്നറിയാൻ ഒരു നുള്ളു മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഫ്രൈ ആയി മുകളിലേക്ക് വരികയാണെങ്കിൽ എണ്ണ പാകമായി എന്ന് അർത്ഥം. ടെസ്റ്റർ മുളകാണ് ആദ്യം ഇട്ട് കൊടുത്തത്. മാവിന് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് മാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയെടുത്തു. അതിനുശേഷം ഞാൻ 2 മുളകുകൾ കൂടി ഇട്ടുകൊടുത്തു. അതിൽ മാവ് കോട്ട് ചെയ്തിരിക്കുന്ന കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. ഈ കടായിൽ ഒരു 3 ബജിയൊക്കെ ഒരുമിച്ച് വറുത്തെടുക്കാൻ കഴിയും. മുളകിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഇളക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അതിൽ കോട്ട് ചെയ്തിരിക്കുന്ന മാവൊക്കെ ഇളകിപ്പോകും. ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ തിളച്ച എണ്ണയിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. പക്ഷേ അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മാവ് വേകുന്നതിന് മുമ്പ് കരിഞ്ഞു പോകും. ഇവിടെ തിരിച്ചിട്ട് കൊടുത്തു. ഇനി ആ സൈഡ് കൂടി നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം. വലിയ ബജിമുളകാണെങ്കിൽ 2ആയി കട്ട് ചെയ്തതിനു ശേഷം ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ പുളി ചേർക്കുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം, കൂടിപ്പോകാൻ പാടില്ല.
മുളക് ബജിയും മധുരമിട്ട ചായയുമാണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഈ ബജി മുളക് ഫ്രൈ ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. വലിയ ബജി മുളക് രണ്ടായി കട്ട് ചെയ്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കയ്യിൽ ഒതുക്കി പിടിക്കാനും ഒരു സൗകര്യമുണ്ട്. അങ്ങനെ മുളക് ബജി റെഡിയായി കഴിഞ്ഞു. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.